മഴക്കാലം അത് പനിയുടെയും കൂടി കാലാണെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ഇതേ ഒരു പനിക്കാരനാണ് പുറകിൽ കിടന്നുറങ്ങുന്നത്. സ്കൂൾ തുടങ്ങി, മഴ തുടങ്ങി, പനിയും തുടങ്ങി. ഇന്നലെ രാത്രി സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. അപ്പോൾ ഇന്ന് നവീൻ ഡോക്ടറെ അടുത്ത് പോവാന്ന് വിചാരിച്ചു. സോനിന് എപ്പോൾ പനി വന്നാലും നവീൻ ഡോക്ടറെ അടുത്താണ് പോവാറുള്ളത്. എന്താണെന്നറിയില്ല, മരുന്ന് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഡോക്ടർ എന്ന് കണ്ടാൽ മതി, പനിയൊക്കെ മാറിക്കിട്ടും. രാത്രി മുഴുവൻ നല്ല പനിയുള്ളത് കൊണ്ടാണ് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചത്. വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ ക്ലാസ്സിൽ പനിയുള്ള കുട്ടികളുണ്ട്, ഓട്ടോയിൽ ഒപ്പം പോകുന്ന കുട്ടികൾക്ക് പനി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെയാണല്ലോ, ഒരാൾക്ക് വന്നാൽ മതി, ബാക്കിയൊക്കെ കിട്ടിക്കോളും. എന്തായാലും ഒരു മഴക്കാലം ഒരു പനി തരാതെ പോവാറില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ ടോക്കൺ 9 കേട്ടോ. ഏട്ടൻ രാവിലെ നേരത്തെ വന്നിട്ട് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഒരുപാട് ടയേർഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മടിയിലിരിക്കണമെന്നും എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ, പനി എന്നല്ല ഏതൊരു അസുഖമാണെങ്കിലും വീട്ടിലുള്ളവർക്ക് മുഴുവൻ അതൊരു ക്ഷീണമായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും കളിച്ചിരിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ വീടൊക്കെ എപ്പോഴും ഉണർന്നിരിക്കുന്നത്. മോൻ എടുക്കണമെന്ന് പറഞ്ഞ് ഒരേ വാശിയായിരുന്നു. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു, മരുന്നെല്ലാം വാങ്ങി. പക്ഷെ അവന് വേണ്ടത് ക്രീം ബിസ്ക്കറ്റ് ആയിരുന്നു. അത് കിട്ടാതെ ഞാനിവിടെ എണീക്കില്ല എന്നുള്ള മട്ടിലാണ് അവിടെ കയറിയിരിക്കുന്നത്. മരുന്നിനേക്കാളും മുമ്പ് ക്രീം ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആൾ അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിച്ചു. നമ്മൾ ക്രീം ബിസ്ക്കറ്റ് അവന് വേണ്ടി വാങ്ങിയതല്ലേ, അവൻ്റെ കൈ കൊടുത്തപ്പോൾ അത് കെട്ടിപ്പിടിച്ചോണ്ടാട്ടോ കിടക്കുന്നത്. നല്ല മഴയുണ്ട്. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. മഴ മാത്രമല്ല, നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ശരിക്കും നല്ല തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് തന്നെ അത് കൂടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുണ്ട്. ഉച്ചയായിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും കഴിക്കാൻ വേണോ? പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വീക്ക്നെസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ആയിരിക്കും നമുക്ക് കഴിക്കാൻ തോന്നുക. സോനൊരു ബിസ്ക്കറ്റ് തന്നപ്പോൾ അത് കറുമുറു കഴിച്ചു എന്നുള്ളതാണ് പരാതി. വേണമെങ്കിൽ പറഞ്ഞ പോരെന്ന് ഞാനും. അങ്ങനെ നല്ല മഴയുണ്ട്. ഞങ്ങളിതേ ഒരു ഹോട്ടലിൻ്റെ മുന്നിലെത്തി. ഇതേ നമ്മൾ റോയൽ ട്രീറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. എനിക്ക് തോന്നുന്നത് പാലക്കാട് റോയൽ ട്രീറ്റിലെ ബിരിയാണി ബീറ്റ് ചെയ്യാൻ കഴിയുന്ന വേറൊരു ബിരിയാണി സ്പോട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അത് സ്പൈസി അല്ല എന്നുള്ളതാണ് ഒരു കാര്യം. കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റാണ് അവരുടേത്. മിനിമം സ്പൈസി ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പനി വിശേഷം. ഈ പനിക്കാരൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രെഡ്. അത് നമുക്കിനി പോകുമ്പോൾ വാങ്ങാം.